നമ്മൾ ഇന്ന് 6ാം ക്ലാസ്സിലെ മലയാളത്തിലെ ആദ്യത്തെ ചാപ്റ്ററായ അടുക്കളയെക്കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അടുക്കള ഒരു ഗദ്യ കവിതയാണ്. അതാരാ എഴുതിയത്? ടി.പി. രാജീവൻ. ടി.പി. രാജീവന്റെ അതിമനോഹരമായ ഒരു കവിതയാണ് അടുക്കള. നിങ്ങൾക്ക് ഈ ടി.പി. രാജീവൻ ആരാണെന്ന് അറിയാമോ? മലയാളത്തിലെ കവിയും പ്രശസ്ത നോവലിസ്റ്റും സാഹിത്യ നിരൂപകനുമാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ആദ്യ നോവലാണ് നിങ്ങൾക്കറിയാം പാലേരി മാണിക്യം ഒരു പാതിരാ കൊലപാതകത്തിന്റെ കഥ എന്ന് പറയുന്നത്. അതാണ് ടി.പി. രാജീവന്റെ ആദ്യത്തെ നോവൽ. അടുക്കളയിൽ നമ്മൾ സാധാരണ എന്താ ചെയ്യാറുള്ളത്? ഭക്ഷണം പാകം ചെയ്യുന്നു. എല്ലാവർക്കും ഏറ്റവും വേണ്ടപ്പെട്ടതാണ് ഭക്ഷണം. പക്ഷേ ആ ഭക്ഷണം പാകം ചെയ്യുന്ന അടുക്കള എല്ലാവർക്കും വേണ്ടപ്പെട്ടതാണോ? ഞാനൊന്ന് ചോദിച്ചോട്ടെ, കുട്ടികളായ നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അടുക്കളയിലാണോ? അല്ല. നമുക്കറിയാം കൂടുതൽ സമയം അടുക്കളയിൽ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്നത് നമ്മുടെ അമ്മമാരാണ്. അമ്മമാർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് അടുക്കളകളിലാണ്, അല്ലേ? അത്തരത്തിൽ വിശ്രമമില്ലാതെ അടുക്കളയിൽ എപ്പോഴും ജോലി ചെയ്യുന്ന ഒരു അമ്മയെക്കുറിച്ചുള്ള കവിതയാണ് നമ്മുടെ ഈ അടുക്കള. എന്നാൽ നമ്മുടെ അടുക്കള അമ്മമാർക്ക് മാത്രമുള്ളതല്ലെന്നും നമ്മൾ എല്ലാവരും അടുക്കളയിൽ കയറി ജോലി ചെയ്യണം, അമ്മമാരെ സഹായിക്കണമെന്ന് ഒരു നല്ലൊരു സന്ദേശം നൽകുന്ന കവിതയാണ് ടി.പി. രാജീവന്റെ അടുക്കള. അപ്പൊ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടക്കാം. ഇവിടെ ഈ അടുക്കള എന്ന കാവ്യഭാഗത്തിലെ ആദ്യത്തെ വരികൾ നമ്മളെ സൂചിപ്പിക്കുന്നത് നമ്മുടെ പ്രകൃതി ഭംഗിയാണ്. ഭൂമിയുടെ ജൈവ വൈവിധ്യവും സമ്പൽ സമൃദ്ധിയും ഒക്കെ വിശദീകരിച്ചുകൊണ്ടാണ് ആദ്യത്തെ വരികൾ ആരംഭിക്കുന്നത്. നമുക്ക് നോക്കാം. നെല്ലും ഗോതമ്പും ചോളവും ബാർലിയും കരിമ്പും മുന്തിരിയും മധുര നാരങ്ങയും മത്സരിച്ച് വിളയുന്ന ഈ താഴ്വരയിൽ. അപ്പോൾ നമ്മുടെ താഴ്വര എങ്ങനെയെന്നാണ് പറയുന്നത്? നെല്ലുണ്ട്, ഗോതമ്പുണ്ട്, ചോളമുണ്ട്, ബാർലിയുണ്ട്, കരിമ്പ്, മുന്തിരി, മധുര നാരങ്ങ ഇവയെല്ലാം ഒരുമിച്ച് മത്സരിച്ച് വിളയുന്നു. അതായത് ഓരോ ചെടികളും അവരവരുടെ ഫലങ്ങൾ നല്ലതെന്ന് കാണിക്കുന്നതിന് വേണ്ടി മത്സരിച്ച് വിളയുന്നു എന്ന് സൂചിപ്പിക്കുന്ന വരികളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എവിടെ? നമ്മുടെ ഈ താഴ്വരയിൽ ഈ പറഞ്ഞവയെല്ലാം മത്സരിച്ച് വിളയുന്നു എന്നാണ് കവി പറയുന്നത്. പിന്നെയോ, ആടും കോഴിയും താറാവും പന്നിയും ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള? അപ്പോൾ പിന്നെ പറയുന്നത് നമ്മുടെ ജന്തുജാലങ്ങളെയാണ്. അടുത്ത വരിയിലൂടെ പറയുന്നത് എന്തൊക്കെയാ? ആട്, കോഴി. അതിനു മുന്നേ ഈ പറയുന്നതൊക്കെ നിങ്ങളുടെ വീട്ടിലുണ്ടാവും അല്ലേ? അപ്പോൾ ആടുണ്ട്, കോഴിയുണ്ട്, താറാവ്, പന്നി ഇവയെല്ലാം ഒരുമിച്ച് മേയുന്ന ഈ വീട്ടിൽ. അപ്പോൾ ഇവയെല്ലാം ഒരുമിച്ചുള്ള ഈ വീട്ടിൽ ആര് മറന്നു വെച്ചു ഈ അടുക്കള? ആരാണ് ഈ അടുക്കള മറന്നു വെച്ചതെന്ന്? മറന്നു വെച്ചു എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഈ അടുക്കള കാലകാലങ്ങളായി അവിടെ തന്നെ ഉണ്ട്. ആരെങ്കിലും എടുത്തുകൊണ്ട് പോകുന്നുണ്ടോ എവിടെയെങ്കിലും? ഇല്ല. ആരോ എടുക്കാൻ മറന്നു വെച്ചു എന്ന രീതിയിലാണ് അവിടെ കവി സൂചിപ്പിക്കുന്നത്. അതുമാത്രമല്ല, അവിടെ വേറൊരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കണം. മറന്നു വെച്ചു. ആ മറന്നു വെച്ചു എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ മറന്നു വെക്കുന്ന ഒരു സാധനത്തിന് അതിന് പിന്നെ ഉടമസ്ഥാവകാശം നമുക്ക് പറയാൻ പറ്റത്തില്ല. പറയാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് മറ്റൊരാൾ കാണുമ്പോൾ നമുക്കറിയില്ല അത് എവിടെയാണ് ഇരിക്കുന്നതെന്ന്. ഇപ്പം ഞാൻ എന്തെങ്കിലും ഒരു സാധനം, ഒരു കുടയോ എന്തെങ്കിലും ബസ്സിലോ എങ്ങനെ മറന്നു വെച്ചു, അങ്ങനെയാണെങ്കിൽ എനിക്ക് പിന്നെ ആ കുട എവിടെയൊന്നും ഓർമ്മയില്ല. അപ്പോൾ അത് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിലും എടുത്തുപയോഗിക്കാം, അങ്ങനത്തെ രീതിയിൽ. അപ്പോൾ അതുപോലെ നമ്മുടെ അടുക്കളയും മറന്നു വെച്ചു എന്ന് പറയുന്നത്, ആ അടുക്കള മറന്നു വെച്ചു, അതായത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആ അടുക്കളയിൽ സ്വാതന്ത്ര്യത്തോടു കൂടെ കടന്നു ചെല്ലാം എന്നാണ് അവിടെ കവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ബാക്കി നോക്കാം. ഒരു പക്ഷേ എൻ്റെ അമ്മയുടെ 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 ജീവിച്ചിരുന്നിരിക്കാൻ പോലും ഇടയില്ലാത്ത അമ്മയുടെ അമ്മയായിരിക്കാം. അപ്പോൾ അടുത്ത വരികളിൽ ഇതാരാ മറന്നു വെച്ചതെന്ന് പറയുക. അതായത് ഒരു പക്ഷേ, ചിലപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയുടെ, അപ്പോൾ എൻ്റെ അമ്മയുടെ അമ്മയുടെ അമ്മയുടെ. നമുക്ക് എത്ര പേരെ ഓർമ്മയുണ്ട്? നിങ്ങളുടെ അമ്മയെ ഓർമ്മയുണ്ട്, അമ്മമ്മയെ ഓർമ്മയുണ്ട്, അത് കഴിഞ്ഞുള്ള അമ്മമ്മയെ ഓർമ്മയുണ്ടോ? അതും കഴിഞ്ഞുള്ള അമ്മമ്മയോ? അപ്പോൾ അങ്ങനെ കാലാകാലങ്ങളായി ഈ അമ്മാമ്മമാരൊക്കെ മറന്നു വെച്ചു എന്ന് വെച്ചാൽ ഇവരെല്ലാം കാലം കഴിഞ്ഞിട്ടും ആ അടുക്കള അവിടെ തന്നെ ഉണ്ട്, ആരും എങ്ങും എടുത്തിട്ട് പോയിട്ടില്ല എന്നാണ് അവിടെ കവി സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഈ അതുകൊണ്ട് ഉടമസ്ഥാവകാശം പറയാനില്ലാത്തത് കൊണ്ട് ഇത് അമ്മയുടെ 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 അവരുടേതായിരിക്കാം എന്നാണ് കവി അവിടെ പറയുന്നത്. ഈ വരികളിൽ നമുക്ക് ഒരു മാതൃത്വത്തെയാണ് കാണിക്കുന്നത്, അല്ലേ? അതായത്
ഇപ്പോൾ നമുക്ക് ആ അടുക്കള എൻ്റെ അച്ഛൻ മറന്നു വെച്ചു എന്ന് പറയുന്നുണ്ടോ? ഇല്ല, അമ്മയുടെ അമ്മ, അതായത് ഒരു മാതൃത്വം, അമ്മമാരാണ് കൂടുതലും അടുക്കളയിൽ ഇടപഴകുന്നത് എന്ന് കാണിക്കാൻ കൂടി തക്ക രീതിയിലുള്ള ഒരു മാതൃത്വത്തെയും കവി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി എന്താ അടുത്ത വരികൾ പറയുന്നത്? ഇവിടെ എപ്പോഴും ഒരാൾ കറിക്ക് നുറുക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുന്നു, അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു, മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി പറയുന്നത് അവിടെ നമ്മുടെ അമ്മ ചെയ്യുന്ന ജോലികളെക്കുറിച്ചാണ് അല്ലേ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ വീടിൻ്റെ അടുക്കളയിൽ അമ്മ ജോലി ചെയ്യുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അമ്മ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യുന്നത് അല്ലേ? നമുക്കൊരിക്കലും സങ്കല്പിക്കാൻ പറ്റുമോ നമുക്ക് ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെന്ന്? ഇല്ല. അത്തരത്തിൽ ഒരു മാജിക്കൽ പവറാണ് നമ്മുടെ അമ്മമാർക്ക്. അമ്മമാർ നിമിഷ നേരം കൊണ്ട് നിങ്ങൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ ടപ്പേ എന്ന് പറഞ്ഞ് എല്ലാം ചെയ്തു തീർക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇവിടെ എപ്പോഴും ഒരാളുണ്ട്. അയാളെന്താ? കറിക്ക് നുറുക്കുന്നു, കറിക്ക് കട്ട് ചെയ്യുന്നു, വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്യുന്നു, പിന്നെ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുന്നു, മീൻ വൃത്തിയാക്കുന്നു, പിന്നെ ഇറച്ചി വെട്ടുന്നു, പിന്നെ എന്തൊക്കെയാ? അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു. പിന്നെ പിന്നെ ഇവിടെ ആട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് അത് കവി പണ്ടത്തെ കാലത്ത്, നമ്മുടെ ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ അരി ആട്ടുക എന്നുള്ളൊരു പദമൊന്നും കൂടുതൽ ഉപയോഗിക്കാറില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ മിക്സിയും ഗ്രൈൻഡറും ഉള്ളതുകൊണ്ട്. പക്ഷേ ഈ കവി എഴുതുന്ന അന്നത്തെ കാലത്ത് നിങ്ങൾക്കറിയുമെന്നറിയില്ല, അമ്മമ്മമാരോടൊക്കെ ചോദിച്ചറിയാം, അരകല്ലിലൊക്കെ ഇങ്ങനെ അരിയും ഉഴുന്നുമൊക്കെ ഇട്ട് ആട്ടുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതാണിവിടെ അരിയോ ഗോതമ്പോ ആട്ടിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നത്. പിന്നെയോ മല്ലിയോ മുളകോ അരച്ചുകൊണ്ടിരിക്കുന്നു, അമ്മിയിലിട്ട് അരച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് ഇവിടെ കവി പറയുന്നത്. പിന്നെയോ ജോലി തീർന്നിട്ടുണ്ടോ? ഇല്ല, ഇനിയും നോക്കിക്കോ ബാക്കി എന്താന്ന്. ഇഞ്ചിയോ പൊതിനയോ ചതച്ചുകൊണ്ടിരിക്കുന്നു. ഇഞ്ചി അറിയാലോ, പൊതിനയൊക്കെ ചതയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇറച്ചി വെട്ടുവാണെങ്കിൽ നമുക്ക് ഇഞ്ചിയൊക്കെ വേണം, മസ്റ്റാണ്. അടുപ്പത്ത് തിളയ്ക്കുന്നതിൽ നിന്ന് കുറച്ചെടുത്ത് എരിവും പുളിയും ഉപ്പും മധുരവും പാകം നോക്കിക്കൊണ്ടിരിക്കുന്നു. ഇനി അത് മാത്രമാണോ? നമുക്കറിയാം, കട്ട് ചെയ്തു കറിയൊക്കെ ആക്കുമ്പോൾ കണ്ടിട്ടില്ലേ അമ്മമാരിങ്ങനെ ഒരു സ്പൂണ് കൊണ്ടിങ്ങനെ നോക്കിയിട്ട് നക്കിയൊക്കെ എടുക്കാറുണ്ട്. എല്ലാം പാകമായോ, ഉപ്പ് പാകമാണോ, എരിവ് പാകമാണോ, പുളി പാകമാണോ എന്നൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എഴുന്നേറ്റ് കൈ കഴുകിക്കൊണ്ടിരിക്കുന്നു. അത് കഴിഞ്ഞാണ് നമ്മൾ ഈ കറി ചീത്തായ കൈ കൊണ്ട് അടുത്ത് ചെയ്യുമോ? ഇല്ല, അത് പോയി കൈ കഴുകുന്നു. കൈ കഴുകുക മാത്രമാണോ? ബാക്കി എന്താ ചെയ്യുന്നത്? അടുത്ത വരികൾ നോക്കിക്കോ. ഒന്നിരിക്കാൻ പോലും സമയമില്ലാതെ ധൃതി പോലെ നിലത്തും മേശപ്പുറത്തും ബാക്കിയായവ തുടച്ചു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇനി എല്ലാം പാചകം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ റെസ്റ്റ് ഉണ്ടോ? ഇല്ല. പാചകം ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം, അത് കഴിഞ്ഞ് വേറെ എല്ലാം കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർക്കുക, അമ്മയൊക്കെ നിങ്ങളെ സ്കൂളിൽ വിടാൻ പോവുകയാണ്. അപ്പോൾ സ്കൂളിൽ വിടുമ്പോൾ ചോറൊക്കെ ഉണ്ടാക്കി പാത്രത്തിൽ വെച്ച് അടച്ച് തരാറുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് അവിടെ അത് കഴിയുമ്പോഴത്തേക്കല്ലേ അവിടെയൊക്കെ ടേബിൾ വൃത്തിയില്ലാതായിരിക്കും, പാത്രങ്ങൾ കഴുകാനുണ്ടായിരിക്കും. അപ്പോൾ ഇതൊക്കെ ഇനി വീണ്ടും ആരാ ചെയ്യുന്നത്? വീണ്ടും ഇതൊക്കെ ചെയ്യുന്നത് അമ്മമാർ തന്നെയാണ്. അപ്പോൾ റെസ്റ്റ് ഉണ്ടോ? ഇല്ല. ഒന്നിരിക്കാൻ പോലും സമയമില്ലാതെ നിങ്ങൾ പോയിട്ട് കൊടുത്തു കഴിഞ്ഞു, ഇനി ഒന്നിരിക്കാം എന്ന് പറഞ്ഞ് ഇരിക്കാൻ പോലും അവർക്ക് സമയമില്ല. സമയമില്ലാതെ ധൃതി എന്ന് വെച്ചാൽ പെട്ടെന്ന് നിലത്തെന്ന് വെച്ചാൽ തറയിലും പിന്നെ മേശപ്പുറത്തും ബാക്കിയായവ, അതായത് നമ്മൾ ചോറൊക്കെ എടുത്ത് ടിഫിൻ ബോക്സിലൊക്കെ വെക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ നിലത്ത് കിടക്കത്തില്ലേ, അതൊക്കെ ബാക്കിയായവ തുടച്ച് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനെ ഇനി മാറ്റുന്നു. പിന്നെ തറ തുടയ്ക്കണം, അവിടെ ടേബിൾ വൃത്തിയാക്കണം. പിന്നെ അത് മാത്രമാണോ? പാത്രം കഴുകി നിരത്തി വെച്ചുകൊണ്ടിരിക്കുന്നു. പാത്രമൊക്കെ കഴുകി ഇങ്ങനെ നിരത്തി ക്ലീനാക്കി വെച്ചിരിക്കും. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? രാവിലെ സ്കൂളിൽ വരുമ്പോഴുള്ള പോലത്തെ ഒരു അന്തരീക്ഷമാണോ വീട്ടിൽ വൈകുന്നേരം എത്തുമ്പോൾ? അല്ല. അപ്പോഴത്തേക്കും അവിടെ അമ്മ എല്ലാം ക്ലീനാക്കി എല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതെല്ലാം ആരാണ് വിശ്രമമില്ലാതെ ചെയ്യുന്നത്? അമ്മമാരാണ്. എപ്പോഴെങ്കിലും നിങ്ങളുടെ അച്ഛൻ ഇങ്ങനെ സഹായിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അപ്പോൾ അതാണ് ഇവിടെ കവി പറയുന്നത്. കവിയുടെ കുഞ്ഞുകാലത്ത് തൻ്റെ അമ്മ ചെയ്യുന്നത് ഇതെല്ലാം കണ്ടിട്ടുണ്ടാവും. അതാണ് അമ്മയെക്കുറിച്ച്
ഇങ്ങനെ അമ്മ ഇത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടെന്ന് കണ്ടിട്ട് ആ വേദന കൊണ്ടായിരിക്കാം എന്താണ് കവി ഇത് എഴുതുന്നത്. ഇനി ബാക്കി എന്താ അടുത്തത് എന്താ പറയുന്നത്? ഇവിടെ എപ്പോഴും ഒരാൾ വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. അതെന്താ അവിടെ? അതായത് അതൊരു എന്താണ് നല്ല ഒരു വരിയാണ്, നല്ല അർത്ഥവത്തായ വരികളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നിങ്ങളുടെ അമ്മയും അച്ഛനും ഒക്കെ നിങ്ങൾക്ക് ആഹാരം പാചകം ചെയ്ത് നിങ്ങൾക്ക് വിളമ്പിത്തരുന്ന സമയത്ത് അമ്മമാരെ കൂടെ ഇരുന്ന് കഴിക്കുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കഴിക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം. എൻ്റെ വീട്ടിലാണെങ്കിലും എൻ്റെ അമ്മയാണെങ്കിലും നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ കൂടെ ഇരിക്കാതെ അടുക്കളയിൽ നിന്ന്, അതായത് നമ്മളൊക്കെ കഴിച്ചതിൻ്റെ ബാക്കിയോ അല്ലെങ്കിൽ അതെന്തെങ്കിലും ബാക്കി വരുന്നതോ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. അല്ലാതെ നമ്മൾക്കൊപ്പം വന്നിരുന്ന് ഓക്കെ എന്ന് പറഞ്ഞ് കഴിക്കാറില്ല. അപ്പോൾ നമ്മളെ എല്ലാവരെയും വിശപ്പടക്കിയിട്ട് അപ്പോൾ അതുവരയ്ക്കും എന്താണ് വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നത്. ചില സമയത്ത് എന്താ പോലും ഇല്ല. അപ്പോൾ നമ്മൾ കഴിച്ചു കഴിഞ്ഞ് വീണ്ടും പ്ലേറ്റൊക്കെ ഇരിക്കും, അതെന്താണ് കഴുകണം, അത് വൃത്തിയാക്കണം. അങ്ങനെ ആകുമ്പോൾ വീണ്ടും ജോലിയിൽ എന്താ കണ്ടിന്യൂ ചെയ്യും, അതായത് തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്ത് ചെയ്യും? ചിലപ്പോൾ കഴിക്കാൻ തന്നെ മറന്നു പോകും. അതാണ് ഇവിടെ കവി പറയുന്നത്, ഇവിടെ എപ്പോഴും ഒരാൾ. പക്ഷേ ഇവിടെ എപ്പോഴും ഒരാളുണ്ട്. ആളെന്താ ചെയ്യുന്നത്? വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു. വിശന്ന് നിലവിളിച്ചു കൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അമ്മ എപ്പോഴും അയ്യോ എനിക്ക് വിശക്കുന്നെന്ന് പറഞ്ഞ് നിലവിളിക്കുന്നു എന്നാണ്? ഇല്ല. എന്ന് അമ്മ നമ്മളെ അറിയിക്കാതെ എന്താണ് വിശന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് ഇവിടെ കവി പറയുന്നത്. അതായത് അവിടെ എന്താ പറയുന്നത്? വിശപ്പടക്കാൻ. അപ്പം നമ്മൾ ബാക്കിയെല്ലാവരും വിശപ്പടക്കാൻ വേണ്ടിയിട്ട് കിടന്ന് പെടാപ്പാട് പെടുമ്പോൾ അവിടെ ഒരാൾ വിശപ്പെല്ലാം മറന്നിരിക്കുന്നുണ്ട്. അതാണ് നമ്മുടെ അമ്മ, അല്ലേ? അപ്പം എന്താണ് ഇവിടെ ഒരാളെന്ന് പറയുന്നുണ്ട്. അത് അമ്മയെന്ന് എടുത്ത് പറയുന്നില്ല. ഒരുപക്ഷെ അത് അമ്മയാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ത്രീ ആവാം, അല്ലേ? എപ്പോഴും ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ ആവാം, അടുക്കളയിൽ ജോലി ചെയ്യുന്ന ഒരാൾ എപ്പോഴും വിശന്ന് മറന്നിരിക്കുന്നു എന്നാണ് TP രാജീവൻ്റെ ഈ കവിത പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള എന്ന കവിത. എല്ലാവർക്കും കവിത ഇഷ്ടമായോ? അപ്പോൾ നിങ്ങൾ കവിത വീണ്ടും വീണ്ടും വായിച്ച് പഠിക്കുക, പിന്നെ അതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കും ഒക്കെ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ബൈ.